ഒരിക്കൽ ഒരു ആദിവാസി കുട്ടി ഒരു രാജകുമാരൻ അമ്പെയ്യുന്നത് കണ്ടു. അവന്റെ കണ്ണുകൾ തിളങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ പറഞ്ഞു. അങ്ങനെ അവൻ ഒരു പ്രശസ്ത ഗുരുവിന്റെ അടുത്തേക്ക് പോയി. ഗുരു, ദയവായി എനിക്ക് വില്ലുപയോഗ വിദ്യ പഠിപ്പിക്കൂ. ഗുരു അവനെ നോക്കി പറഞ്ഞു, ഞാൻ രാജകുമാരന്മാരെ മാത്രമേ പരിശീലിപ്പിക്കൂ. നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ കുട്ടിയെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അവർ അവനെ ഓടിച്ചു. ആ കുട്ടി അവിടെ ഹൃദയം തകർന്നു, പക്ഷേ തോറ്റില്ല. അങ്ങനെ അവൻ കാട്ടിലേക്ക് പോയി. അവിടെ അവൻ ഗുരുവിന്റെ ഒരു പ്രതിമ പണിതു. എല്ലാ ദിവസവും അവൻ അതിന്റെ മുന്നിൽ നിന്നു. അവൻ അതിനെ തന്റെ യഥാർത്ഥ ഗുരുവിനെ പോലെ കണക്കാക്കി. അവൻ വീണ്ടും വീണ്ടും പരിശീലിച്ചു. ദിവസങ്ങൾ മാസങ്ങളായി മാറി. ഒരു ദിവസം രാജകുമാരൻ തന്നെ കാട്ടിലൂടെ കടന്നുപോയി. കുട്ടി പരിശീലനം നടത്തുന്നത് അവൻ കണ്ടു. അവനെ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞു. പക്ഷേ ഒറ്റ ശ്വാസത്തിൽ കുട്ടി നീങ്ങി. 7 അമ്പുകൾ ഒരേ സമയം പറന്നു. വളരെ വേഗത്തിൽ, വളരെ കൃത്യമായി അവ രാജകുമാരന് ചുറ്റും ഒരു മാരകമായ വൃത്തം രൂപപ്പെടുത്തി. രാജകുമാരൻ മരവിച്ചു. യജമാനൻ സ്തബ്ധനായി മുന്നോട്ട് നടന്നു. ആരാണ് ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചത്? അവൻ ചോദിച്ചു. കുട്ടി ആഴത്തിൽ കുമ്പിട്ടു. നിങ്ങൾ അത് പഠിപ്പിച്ചു, ഗുരു. നിങ്ങളുടെ പ്രതിമയിലൂടെ. യജമാനനും രാജകുമാരനും നിശബ്ദരായി നിന്നു. പക്ഷേ ഒരു അധ്യാപകന്റെ ഫീസിന്റെ പേരിൽ അവർ അവന്റെ തള്ളവിരൽ ആവശ്യപ്പെട്ടു. ഒരു മടിയും കൂടാതെ ആ കുട്ടി അത് നൽകി. തന്നെ മഹാനാക്കിയ കാര്യം അവരെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം ത്യാഗം ചെയ്തു. ആ വേദനാജനകമായ നിമിഷത്തിൽ ഒരു ഇതിഹാസം പിറന്നു. ഇന്ന് എഗ്ലോവിയ വിശ്വസ്തതയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ആത്യന്തിക പ്രതീകമായി ഓർമ്മിക്കപ്പെടുന്നു. നിങ്ങളുടെ ഇച്ഛാശക്തി ഏത് ക്ലാസ് മുറിയേക്കാളും വലുതാണെന്ന് അദ്ദേഹം തെളിയിച്ചു.